നമസ്കാരം. ഞാൻ ഗിൽബർട്ട്. എൻ്റെ സർവീസ് ജീവിതകാലത്തെ അനുഭവക്കുറിപ്പുകൾ കഥാരൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഈഗിളായി ദ റിയൽ സ്റ്റോറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ. പുലരിയുടെ നിശബ്ദതയിൽ വാതിലിൽ ഒരു മുട്ട് കേട്ട് വാതിൽ തുറന്നു വന്ന യുവാവിന് പുറത്തു നിന്ന് വന്ന ഒരു യുവാവ് കുത്തിവീഴ്ത്തുന്നു. ആ ശബ്ദം കേട്ട് വീട്ടിനുള്ളിൽ നിന്നും ഇറങ്ങി വന്ന അയാളുടെ പിതാവും എന്തെന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അയാളെ കുത്തിവീഴ്ത്തി. ഒന്ന് നിലവിളിക്കാൻ പോലും ആവാതെ രണ്ടുപേരും നിലത്ത് കിടന്ന് പിടഞ്ഞു. സ്ത്രീധനം വേണം പോലും, നീയൊക്കെ ചാവണം എന്ന് മാത്രം അലറിക്കിട്ട് ആ യുവാവ് തിരികെ നടന്ന് റോഡിലിട്ടിരുന്ന കാറിൽ കയറി. വീട്ടുകാരുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയവരെല്ലാം കൂടെ ആദ്യം നിന്ന് ശ്രമിച്ചത് ഇവർ രണ്ടുപേരും ആശുപത്രിയിലാക്കാനാണ്. കാറിൽ രണ്ടുപേരെയും കൂടെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ യുവാവിൻ്റെ ജീവൻ വെടിഞ്ഞു, അന്ത്യശ്വാസം വലിച്ചു. ആ പ്രായമുള്ള ആളിനെ ICUവിലാക്കി പെട്ടെന്ന് ഓപ്പറേഷനൊക്കെ നടത്തി ബ്ലഡ് നിർത്താനുള്ള ഓപ്പറേഷനൊക്കെ ചെയ്ത് ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരുന്നു. വന്നുകൂടിയവർക്കൊന്നും മനസ്സിലായില്ല ഇതെന്താണ് സംഭവിച്ചത്, ആരാണ് കൊലയാളി, എന്തിനാണ് ചെയ്തതെന്ന് ആർക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷെ വീട്ടിനുള്ളിൽ കേട്ട സ്ത്രീകളുടെ നിലവിളിയിൽ നിന്നും ചില സൂചനകൾ കിട്ടി. എടാ ദുഷ്ട, നീ ഞങ്ങളെ മാത്രം എന്തിനു ബാക്കി വെച്ചു, ഞങ്ങളെ രണ്ടാളെയും കൂടെ നിനക്ക് അങ്ങ് കൊന്നൂടായിരുന്നു. അപ്പം ഇതറിയാമായിരുന്ന ഒരാൾ കാര്യം പറഞ്ഞു തന്നു. ഇത് ഈ കൊല്ലപ്പെട്ട പ്രേംനാഥ് എന്ന് പറയുന്ന ആളിൻ്റെ സഹോദരിയുമായിട്ട് ഒരാൾക്കൊരു പ്രേമമുണ്ടായിരുന്നു, അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്തോ തർക്കം നടക്കുന്നതായിട്ട് അറിയാം. അതിലെന്തോ നിന്ന് ഉടലെടുത്ത എന്തോ സംഭവം ആയിരിക്കണം ഈ ദുരന്തത്തിന് വഴിയൊരുക്കിയെന്ന്. അപ്പോൾ കൊലയാളി അജ്ഞാതനൊന്നുമല്ല, അറിയാവുന്ന ആൾ തന്നെയാണ്. ഇടയിൽ അങ്ങനെ നിന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ ആരോ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസുകാരെത്തി സംഭവ സ്ഥലത്ത് നോക്കിയിട്ട് വിവരങ്ങളൊക്കെ അന്വേഷിച്ച ശേഷം ആശുപത്രിയിൽ വിവരങ്ങൾ അറിയാനായിട്ട് അവർ ആശുപത്രിയിലോട്ട് പോയിച്ചു. ആശുപത്രി ചെല്ലുമ്പം പ്രേംനാഥിൻ്റെ മരണപ്പെട്ടതിൻ്റെ ഇൻറ്റിമേഷൻ ലഭിച്ചതനുസരിച്ച് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. നേരം വെളുത്ത ഓഫീസർമാർ വന്ന ഉടനെ തന്നെ അവരെ പോയി ആശുപത്രിയിൽ പോയി നടപടികൾ എടുക്കാനായിട്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കാനും മറ്റുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. രാവിലെ ഏതാണ്ട് ഒരു 9 മണിയോട് കൂടിയാണ് ഒരു വിവരം ലഭിച്ചത്. ഒരു സ്ഥലത്ത് ഒരു കാർ കത്തിക്കരിഞ്ഞ നിലയിൽ കിടക്കുന്നു. അതിനുള്ളിൽ ഡ്രൈവർ സീറ്റിൽ ഒരാൾ മരിച്ചിരിക്കുന്നതായിട്ട് സംശയമുണ്ട്. ഈ വിവരം ലഭിച്ച ഉടനെ തന്നെ DYSP വിവരം അറിയിച്ചു. വിവരം അറിയിച്ചിട്ട് ഞങ്ങൾ കാത്തു നോക്കിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഉടനെ സ്ഥലം വിട്ടോളൂ, പൊക്കോളൂ, അവിടെ ചെന്ന് എന്താണ് നടത്തുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ വിവരം വന്ന സ്ഥലത്താണ് സംഭവം നടന്നതെന്നാണ് കേട്ടത്. ഞങ്ങൾ ഉടനെ തന്നെ അവിടേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന രംഗം, ഒരു കാറ് മുൻഭാഗം കത്തിയ നിലയിലും മുൻഭാഗത്ത് വലിയ ഡാമേജ് ഒന്നും ഉണ്ടാവാതെ കിടക്കുകയും, പക്ഷേ ഡ്രൈവർ സീറ്റിൽ ഒരാൾ കത്തിക്കരിഞ്ഞിരിക്കുന്നതായിട്ടും ഗ്ലാസ്സിലൂടെ കാണാമായി. ഇതെന്താണ് ഉണ്ടായതെന്ന് കൂടി നിന്നവരോടൊക്കെ ചോദിച്ചാൽ പതിപോലെ തന്നെ ഞങ്ങളൊന്നും കണ്ടില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഈ മറുപടിയാണ് ലഭിച്ചതെങ്കിലും കൂട്ടത്തിൽ നിന്ന് ഒരാൾ മുൻപോട്ട് വന്ന് പറഞ്ഞു, സാർ, ഒരു 2-3 ബൈക്കുകൾ വന്നായിരുന്നു, അവർ ഈ കാറിനെ ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ട് വടി കൊണ്ട് കാറിലും മറ്റും അടിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. പെട്ടെന്നാണ് കാറിൻ്റെ ഉള്ളിൽ നിന്നും തീ പടർന്നു പിടിച്ചത്. അങ്ങനെയാണ് അത് കത്തിയത്. ഈ തീ പടർന്നു പിടിച്ചോടുകൂടി വന്ന 3 ആളുകളും വണ്ടിയെടുത്ത് തിരിച്ചു പോവുകയും ചെയ്തു. ഇവരാരാണെന്നോ എന്താണെന്നോ ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇതാണ് ലഭിച്ച വിവരം. ഉടനെ തന്നെ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമല്ലോ.
ഉടനെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ എടുക്കാനും പറഞ്ഞ് കാറിൻ്റെ അളവുകളൊക്കെ എടുത്ത് ജനക്കൂട്ടം വന്ന് കൂടി ഇതിനിടയ്ക്ക്. അവരെല്ലാം ഒതുക്കിയിട്ട് കാറിൽ നിന്ന് ജഡം പുറത്ത് ഷീറ്റ് വിരിച്ച് കിടത്താനും മറ്റ് നടപടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഈ ആൾക്കൂട്ടം കണ്ട് കാറിലൊരാൾ വന്നിറങ്ങി. സഞ്ജയൻ. അയാൾ വന്ന് കണ്ട ഉടനെ പറഞ്ഞ്, കാറിൻ്റെ നമ്പർ കണ്ട ഉടനെ പറഞ്ഞു, "അയ്യോ! ഇത് നമ്മുടെ സജീവൻ്റെ വണ്ടിയാണല്ലോ. സജീവൻ്റെ ആണല്ലോ." ഡെഡ് ബോഡി കിടത്തിയിരിക്കുന്ന കണ്ടപ്പോൾ അയാൾ അയാളുടെ കട്ടിയുള്ള ചെയിൻ കഴുത്തിലുണ്ടായിരുന്ന ഉടനെ അയാൾ പറഞ്ഞു, "ഇത് സജീവൻ തന്നെ. എൻ്റെ ബന്ധുവാണ്. എനിക്കറിയാവുന്നുള്ളതാണ്." അപ്പോൾ ഇതിനിടയിൽ കാറിൻ്റെ നമ്പർ കണ്ടപ്പോൾ തന്നെ നോക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആലപ്പുഴ രജിസ്ട്രേഷനുള്ള കാറാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് പറയുകയും ചെയ്തു, ഇതിൻ്റെ രജിസ്റ്റേർഡ് ഓണർ ആരാണെന്ന് കണ്ടെത്താനായിട്ട് ഒരു പോലീസുകാരനെ അയക്കണമെന്ന് പറഞ്ഞ് ആ കാറിൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇയാൾ വന്ന് പറഞ്ഞത്, ഇയാൾ എത്തിയതും ഇയാൾ കാറിൻ്റെ എനിക്കറിയാവുന്ന ആളാണ്, സജീവനാണ്, മരിച്ചു കിടക്കുന്നത് സജീവനാണ്. ഇവർ ഈ മാവേലിക്കരയ്ക്ക് സമീപം വെട്ടിയാർ എന്ന സ്ഥലത്ത് താമസിക്കുന്നവരാണ്. ഉടനെ തന്നെ അപ്പം എന്നാൽ പിന്നെ അവരെ അറിയാമെങ്കിൽ അവരെ വീട്ടുകാരെ വിവരം അറിയിക്കാനുള്ള ഏർപ്പാട് ചെയ്യാനും ഒക്കെ പറഞ്ഞിട്ട് ഇൻക്വസ്റ്റുകൾ എഴുതാനുള്ള ഏർപ്പാടുകൾ. അപ്പോൾ അയാളോട് ചോദിച്ചതിൽ ഈ സജീവൻ എന്ന് പറയുന്ന ആളുടെ അച്ഛൻ പ്രതാപൻ, അപ്പോൾ അയാൾ ഏറെ നാൾ ഗൾഫിലിരുന്നതിന് ശേഷം കുറേ പൈസയൊക്കെ ഉണ്ടാക്കി നാട്ടിലെത്തി. ആലപ്പുഴ ടൗണിൽ തന്നെ ഒരു സ്റ്റാർ ഹോട്ടലുണ്ട്, കൂടാതെ മറ്റ് ബിസിനസ്സുകളുമുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല നിലയിൽ കഴിയുന്നവരാണ്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, ഞാൻ അറിയുന്നില്ല. മതി ഇയാളുടെ സാന്നിധ്യത്തിൽ തന്നെ നമ്മൾ ഇൻക്വസ്റ്റൊക്കെ എഴുതി കാറിൻ്റെ ഇതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് മാതാപിതാക്കളെത്തിയത്. മാതാപിതാക്കളെത്തിയപ്പോൾ അവരെ കാണിക്കാൻ പറ്റിയ കണ്ടീഷൻ അല്ലായിരുന്നു. ആദ്യം അത് കാണണ്ട എന്ന് പറഞ്ഞ് നിഷേധിച്ചെങ്കിലും അവരുടെ പിന്നെയും കരച്ചിലും നിലവിളിയും കണ്ടപ്പോൾ ഒരു വട്ടം കാണാൻ മാത്രം അനുവദിച്ചു. ആ മൃതശരീരം കണ്ട ആ മാതാപിതാക്കൾ രണ്ടുപേരുടെയും കെട്ടിപ്പോണെന്നുള്ള കരച്ചിലും തേങ്ങലും നിലവിളിയും കണ്ടുവന്നവരുടെ എല്ലാം കണ്ണുകളായിട്ട് അത്ര ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് അത്. കൈകാലുകൾ മടക്കാത്ത നിലയിൽ തന്നെയാണ് കിടക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ 3-4 ഷീറ്റ് വാങ്ങിച്ച് മറച്ചാണ് കെട്ടിയിട്ടാണ് നമ്മളിത് ആളുകളുടെ ആ ഭീകരരൂപം കാണണ്ടെന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനുള്ളിൽ ആ രൂപം ഒന്ന് നോക്കിയിട്ടാണ് ഇവരുടെ തേങ്ങലും അച്ഛനെന്ന് പറയുന്ന ആൾ അത് ആകെ തളർന്ന അവശനായി. അയാളുടെ വാക്കുകൾ ഒരു അല്പമാത്രം പുറത്തു വന്നു. എൻ്റെ ഏക മകൻ, ഞാനവനെ ഒരുപാട് സ്നേഹിച്ചു. പക്ഷെ അവന് ഈ ഗതി വരുമെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. അതിന് കാരണം ഇത് തന്നെയാണ്. അവനിഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ അവൻ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ചപ്പോഴും ഞങ്ങൾ ആരും എതിർത്തില്ല. ആ പെണ്ണിൻ്റെ സഹോദരനുമായിട്ട് ഇവനെന്തോ പിണക്കമുണ്ടെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ വൈകിപ്പോയി. ഞാനത് അറിഞ്ഞ ഉടനെ തന്നെ ആ വീട്ടിലെത്തി. ആ വീട്ടുകാരായിട്ട് സംസാരിച്ച്, അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് അവരിത്തിരി പിന്നിലായതുകൊണ്ടാണ് ഈ ബന്ധത്തിന് അവർ ഈ എൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ കാലത്തിന് അവർ തൽക്കാലം പിൻവാങ്ങാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലായി. ഞാൻ അവരുമായിട്ട് സംസാരിച്ചെല്ലാം സെറ്റിൽ ചെയ്ത് വെക്കുകയും ചെയ്തു. പക്ഷേ ആ വിവരം എൻ്റെ മകൻ സജീവനെ അറിയിക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം രാത്രി വൈകിയാണ് അവൻ വന്നത്. വന്ന പാടെ അവൻ മുറിക്കകത്ത് കയറി കതകടച്ചു. രാവിലെ അവനെ വിവരം അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് കിടന്നതാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങളറിയാതെ കാറ് കൊടുത്തുകൊണ്ട് പോകുന്നതാണ് അവൻ. അന്ന് പിന്നെ ഞാൻ കാണുന്നത് എൻ്റെ മകൻ്റെ കത്തിക്കരിഞ്ഞ ജഡമാണ്. ആ പിതാവിൻ്റെ വാക്കുകൾ കുറിച്ചെടുത്തു, പോയിന്റുകൾ മാത്രം കുറിച്ചെടുത്തു. നടപടിക്രമങ്ങളെല്ലാം നടത്തിയതിന് ശേഷം ആംബുലൻസിൽ കയറ്റി മൃതശരീരം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് അയക്കാനുള്ള ഏർപ്പാടുകളുണ്ടാക്കി. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസിനെ അനുഗമിച്ച് അവരും യാത്ര. അവിടെ നിന്ന് ബാക്കി ചെയ്യാമെന്നുള്ള ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് നേരെ ഈ സജീവൻ്റെ ആ കൊലപാതകം നടന്ന ആ വീട്ടിലെത്തി. നമ്മളവിടെ എത്തുമ്പോൾ DYSP നിന്ന് ആ വീട്ടുകാരെ ചോദ്യം ചെയ്യുകയും അതിൻ്റെ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെന്നപാടെ അഭിവാദ്യം ചെയ്ത ശേഷം കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. ഈ സ്ഥലത്ത് നടന്ന സംഭവങ്ങളുടെ ഒരു പൂർണ്ണ രൂപം അവതരിപ്പിച്ചു.
ഇങ്ങനെ ഒരാൾ കാറിൽ വരികയും കാറിന് 3-4 പേര് പിന്തുടർന്ന് വന്ന് എന്തോ അവർ തടഞ്ഞു നിർത്തി എന്തോ അസഭ്യം പറയുന്നതിനിടയിൽ കാറിനുള്ളിൽ നിന്നാണ് തീ പടർന്ന് കത്തിയത്. അപ്പോൾ അത് ഇപ്പം സജീവൻ എന്ന ആളാണ് കാറിൽ നിന്ന് കത്തിയതാണെന്നും ഉള്ള വിവരവും കിട്ടിയിട്ടുണ്ട്. അത് അപ്പം നമ്മൾ ഇയാളുടെ കാറിൽ നിന്നും ഒരു കഠാര, ഡാഷ്ബോർഡിൽ നിന്ന് ഒരു കഠാര കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കാറിനുള്ളിൽ ഒരു ക്യാനും 5 ലിറ്ററിൻ്റെ ക്യാനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാറിനുള്ളിൽ നിന്നാണ് കത്തിച്ചതാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. ഫോറൻസിക്കാർ വന്നിരുന്നു ഇടയ്ക്ക്. അവരും പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് കാറിനുള്ളിൽ നിന്നാണ് തീ കത്തിയത്. പക്ഷേ ആ ഡാഷ്ബോർഡിൽ നിന്നും ഒരു കവറിലിട്ട ഒരു കഠാര കണ്ടെത്തിയത് അതിൽ ചോര പുരണ്ടിട്ടുണ്ട്, ഉണങ്ങി പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ നമുക്കൊരു സംശയം അപ്പോഴേ ഉണ്ടായതാണ്. ഈ സജീവൻ്റെ വീട്ടിൽ നടന്ന സംഭവം ഈ സംഭവമായിട്ട് ബന്ധമുണ്ടോ എന്നൊരു സംശയം ഉണ്ടായി. അതേക്കുറിച്ച് അന്വേഷിക്കണമെന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങളിരുന്നത്. പക്ഷെ അത് കുറച്ചൊക്കെ ഏറെക്കുറെ കൂടെ ബോധ്യമായി. പക്ഷേ എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ളത് ഇതുവരെ പിടികിട്ടിയില്ല. വിവരമൊക്കെ പറഞ്ഞു ശരി, ഞാൻ ഇത്രയും നേരം ഈ കേസിൻ്റെ അന്വേഷണം ഞാനല്ലേ നടത്തിയത്. ഞാൻ തുടർന്നും മറ്റൊരു നിർദ്ദേശം വരുന്നത് വരെ ഞാൻ തന്നെ ഇതിൻ്റെ അന്വേഷണങ്ങൾ നടത്തിക്കൊള്ളാം. നിങ്ങൾ ആ കേസിൻ്റെ അന്വേഷണത്തെ തുടർന്ന് നടത്തിക്കോളും നിർദ്ദേശം നൽകി. കുറച്ച് നേരം അവിടെ നോക്കുന്നതിന് ശേഷം വീണ്ടും പോവുകയും ചെയ്തു. പക്ഷെ തിരിച്ച് പിന്നെ അന്ന് അവരുടെ വീട്ടിൽ പോകാൻ തോന്നിയില്ല. കാരണം അന്ന് മൃതശരീരം ഏറ്റുവാങ്ങി കൊണ്ടുവന്ന് അതിൻ്റെ മതാചാരപ്രകാരം നടപടിക്രമങ്ങളൊക്കെ നടത്തുന്നതിനിടയിൽ അവരെ ചെന്ന് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി അന്ന് ഒന്നും നടപടികളൊന്നും സ്വീകരിച്ചില്ല. എന്നിട്ടും രാത്രി കിടന്നിട്ട് ഉറക്കമില്ല. ഇതെന്താണ് ഇതിന് കാരണം? ഈ സജീവൻ ഈ പ്രേംനാഥിനെ കുത്തിക്കൊലപ്പെടുത്താനുള്ള കാരണമെന്ത്? അതറിയണം. അതറിയാനായിട്ട് നേരത്തെ രാവിലെ തന്നെ നേരെ സജീവൻ്റെ വീട്ടിലെത്തി. പ്രേംനാഥിൻ്റെ വീട്ടിലെത്തി. പ്രേംനാഥിൻ്റെ വീട്ടിലെത്തി അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയപ്പോഴാണ് അവർ പറഞ്ഞത്, ഈ പ്രേംനാഥും സജീവനും തമ്മിൽ അടുത്ത സ്നേഹിതന്മാരാണ്. ഒരുമിച്ച് പഠിച്ചവരും മാത്രമല്ല, അവരടുത്ത സ്നേഹിതരാണ്. അവരുടെ സ്നേഹം വീട്ടുകാരിലേക്കും പടർന്നു. അപ്പോൾ 2 വീട്ടുകാരും ഒരുമിച്ച് ചേർന്ന് എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുകയും സന്തോഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ സജീവൻ്റെ വീട്ടുകാരത്തിരി ഉയർന്ന സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലാണെങ്കിലും ഈ വ്യത്യാസമൊന്നും കാണിക്കില്ല. 2 വീട്ടുകാർ അത്ര അടുപ്പമായിരുന്നു. ആ അടുപ്പത്തിനോടൊപ്പം തന്നെ ഈ സജീവന് ഈ പ്രേംനാഥിൻ്റെ സഹോദരി പ്രേമയുമായിട്ട് ഒരടുപ്പമാണ്. ആ അടുപ്പം പ്രണയമായിട്ട് വളർന്നു. അതും എതിർപ്പ് 2 വീട്ടുകാർക്കും ഇല്ലാത്തതുകൊണ്ട്, ഒരു ഭാഗത്തു നിന്നും എതിർപ്പില്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ പ്രണയം പരിണയത്തിലെത്തിക്കാൻ 2 വീട്ടുകാരും കൂടെ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഇതിനിടയിൽ എന്ത് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. അവർ മനസ്സുകൊണ്ട് തേങ്ങി. ആർക്കും അറിയില്ല എന്താണ് ഇവർ തമ്മിലുള്ള കാരണം. അത് കണ്ടെത്തണം. അടുത്ത ദിവസം നേരെ തന്നെ ഇവരുടെ വീട്ടായ മാവേലിക്കരയിലുള്ള വെട്ടിയാർ എന്ന സ്ഥലത്ത് എത്തി. അപ്പോൾ സജീവനെക്കുറിച്ച് നടത്തിയ അന്വേഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ വിവരങ്ങൾ നൽകിയത് അവരുടെ ഡ്രൈവറായ കിച്ചു എന്ന പയ്യൻ. കിച്ചുവിൻ്റെ മൊഴിയിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, കിച്ചു കുറേ വർഷങ്ങളായി ഇവരെ വീട്ടിൽ ഡ്രൈവറായിട്ട് ജോലി നോക്കുകയാണ്. ഡ്രൈവർ മാത്രമല്ല, ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും അവർ എന്നെയാണ് വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഈ സജീവൻ്റെ സഹോദരിയെ കോളേജിൽ പോകുന്നതും വിടുന്നതും എല്ലാ കാര്യത്തിനും പുറത്തൊക്കെ കൊണ്ടുപോകുന്നത് ഞാനാണ്. ഈ സജിതയ്ക്ക് ഈ പ്രേംനാഥ് ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് MA കഴിഞ്ഞിട്ട് ഒരു പാരലൽ കോളേജിൽ പഠിപ്പിക്കുകയാണ്. സജീവനാണെങ്കിൽ അച്ഛൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു, അതിൽ പങ്കാളിയാവുകയും അച്ഛനുമായിട്ട് ബിസിനസ് പങ്കാളിയായിട്ട് നടക്കുകയാണ്. ഈ സജീവന് ഈ ട്യൂട്ടോറിയലിലുള്ള ജോലിയാണ് ഉള്ളത്. പക്ഷെ അവിടെ ചെന്ന് ഈ സജിത അയാളുമായിട്ട് കൂടുതൽ അടുക്കുകയും അയാളുമായിട്ട് സംശയം ചോദിക്കാനെന്നും പറഞ്ഞ് പലവട്ടം ഞാൻ അവിടെ കൊണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം എന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് സജിത പോയിട്ട് ഈ പ്രേംനാഥുമായിട്ട് സംസാരിച്ചിട്ട് എന്തോ കലഹിക്കുന്നതും അവൾ കണ്ണീരോടെ മടങ്ങി വരുന്ന കാറിൽ കയറുന്നതും ഞാൻ കണ്ടിട്ട് ഞാൻ ഒന്നും അറിഞ്ഞപ്പോൾ അവൻ കാട്ടിയില്ല. പക്ഷെ പകുതി വഴി എത്തിയപ്പോൾ അവൾ കാറ് നിർത്താൻ പറഞ്ഞിട്ട് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു,
ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടതാണ്, എൻ്റെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ എല്ലാം സമർപ്പിച്ചിട്ടും ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടും ഞാൻ അത് എത്ര ഈസി ആയിട്ടാണ് പറഞ്ഞത്, അയാൾ പറഞ്ഞത് അബോർട്ട് ചെയ്ത് കളയാൻ. ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചില്ല. പക്ഷെ എൻ്റെ വീട്ടുകാരിത് അറിഞ്ഞാലോ ഞാനിനി ജീവിച്ചിരിക്കില്ല. ഈ അപമാനം സഹിക്കാനാവില്ല എനിക്ക്. അപ്പോഴാണ് ഡ്രൈവർ, അപ്പം ഞാൻ കിച്ചു പറഞ്ഞു, ഞാൻ ആശ്വസിപ്പിച്ചു ഒരു വിധത്തിൽ. കുഞ്ഞെ കടുകയൊന്നും ചെയ്യണ്ട, നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ ചേട്ടനോട് പറഞ്ഞു, സജീവനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഭംഗിയായിട്ട് അവസാനിപ്പിക്കാം. ഒന്ന് സാഹസമൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചിട്ട് നേരെ സജീവനോട് വിവരമൊക്കെ പറഞ്ഞു. കേട്ട സജീവൻ നേരെ പ്രേംലാലിൻ്റെ വീട്ടിലെത്തുകയും അവരെന്തോ എങ്ങനെയാണ് എന്താണ് സംസാരം ഉണ്ടായതെന്ന് എനിക്കറിയില്ല. പക്ഷേ തിരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ തമ്മിൽ തെറ്റി. ദുഷ്ടനാണ്. അവൻ എൻ്റെ കുടുംബത്തെ അപമാനിക്കാനാണ് ശ്രമമെങ്കിൽ അവനെ ഞാൻ വെച്ചേക്കില്ല എന്നിങ്ങനെ സജീവൻ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമാണ്. ഞാൻ അന്ന് തന്നെ സാറിനെ അറിയിച്ചു. സാറിനോട് വിവരം പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം അത് അറിഞ്ഞ ഉടനെ ഭാര്യയായിട്ട് വിളിച്ചുകൊണ്ട് നേരെ പ്രേംനാഥിൻ്റെ വീട്ടിലെത്തി. വീട്ടിലെത്തിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോട് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്, ഈ പ്രേംനാഥന് ഇപ്പം വിവാഹം കഴിക്കത്തക്കൊണ്ടുള്ള സാമ്പത്തിക വരുമാനമൊന്നുമില്ല. ട്യൂട്ടോറിയലിലെ വരുമാനം വെച്ച് ഒരു കുടുംബം പുലർത്താം. ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ ടൗണിലുള്ള ആ സ്റ്റാർ ഹോട്ടൽ എൻ്റെ മകൻ്റെയും ഈ പ്രേംനാഥിൻ്റെ പേരിൽ എഴുതി വെക്കുന്നുണ്ട്. ഒരു 10,000 രൂപയെങ്കിലും ദിവസം മാറ്റി വയ്ക്കാൻ പറ്റും അവർക്ക്. അതുകൊണ്ട് ആ പ്രശ്നം ഉദിക്കുന്നില്ല. ഉടനെ തന്നെ രണ്ടുപേരുടെയും പേരിൽ ഞാൻ എഴുതി വയ്ക്കാം. ഈ കാര്യം പറഞ്ഞതോടുകൂടി അവരും മറ്റ് തടസ്സങ്ങളൊന്നും പറഞ്ഞില്ല. എല്ലാവരും ഇഷ്ടമായി. അന്ന് ഞങ്ങളൊരു തീരുമാനമെടുത്തത്, ഇവരുടെ രണ്ടുപേരും വിവാഹമല്ല, ഈ മകൻ്റെയും ഈ പ്രേംനാഥിൻ്റെ സഹോദരിയുമായിട്ടുള്ള വിവാഹവും സജീവനും ഈ പ്രേംനാഥിൻ്റെ സഹോദരിയുമായിട്ടുള്ള വിവാഹവും ഒരുമിച്ച് നടത്താനുള്ള തീരുമാനമെടുത്ത് സന്തോഷമായിട്ടാണ് ഞാൻ മടങ്ങി വന്നത്. ഈ സാറിഞ്ഞ് മടങ്ങി വന്നു. പക്ഷേ അന്ന് രാവിലെ തന്നെ സജീവൻ സാർ എന്നോട് പറഞ്ഞു, 5 ലിറ്റർ പെട്രോൾ വാങ്ങിച്ച് കാറിൽ വെച്ചേക്കണം, ഞാൻ പുറത്തൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ബൈക്ക് എടുത്ത് പോയതാണ്. പിന്നെ രാവിലെ ഞാൻ അറിയുന്നത് ഈ സംഭവമാണ്. സാർ എൻ്റെ തെറ്റാണ്. ഇത് ഞാൻ അറിഞ്ഞ ഉടനെ അപ്പോൾ തന്നെ സാറിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്തിരുന്നെങ്കിൽ ഇത് ഇങ്ങനൊരു സംഭവം നടക്കില്ലായിരുന്നു. ഇത് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം നേരെ ഈ സജീവൻ്റെ പിതാവിൻ്റെ അടുത്തെത്തി. സാറിൻ്റെ അടുത്ത് എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം കഠിനമായ ദുഃഖം കൊണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ആ ദുഃഖത്തെ കടിച്ചമർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ദൗർലഭ്യമുണ്ടായിരുന്നെങ്കിലും ചുരുക്കത്തിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകനും പ്രേംനാഥുമായിട്ട് എന്തോ തെറ്റി, വാക്ക് പറഞ്ഞ് എന്തോ തെറ്റിയെന്നുള്ള വിവരം അറിഞ്ഞത് ഞാൻ വൈകിയാണ്. അറിഞ്ഞ ഉടനെ തന്നെ ഞാനും ഭാര്യയും കൂടെ ചെന്ന് അവരുടെ വീട്ടിലെത്തി. കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം സെറ്റിൽ ചെയ്തതാണ്. 2 വിവാഹങ്ങളും നടത്താമെന്നും ആ ഹോട്ടൽ അവരുടെ പേരിൽ എഴുതാമെന്നും മറ്റ് ബിസിനസ്സ് നമുക്കുള്ളതിൽ സജീവൻ ആ ബിസിനസ് മതിയല്ലോ എന്നുള്ള തീരുമാനം എടുത്തതാണ്. 2 വിവാഹങ്ങളും ഒരുമിച്ച് നടത്തണമെന്നുള്ള തീരുമാനമെടുത്ത് തിരിച്ചു വന്നതാണ്. പക്ഷെ ഞാൻ അന്ന് രാത്രി സജീവൻ വീട്ടിലെത്തിയത് വൈകിയാണ്. വന്നപാടെ അവൻ മുറിക്കകത്ത് കയറി കതക് അടച്ചു. അപ്പോൾ അവനോട് ആ വിവരങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. ഇനി അവനെ ശല്യപ്പെടുത്തണ്ട, നാളെ രാവിലെ പറയാമെന്ന് പറഞ്ഞാണ് ഞാൻ കിടന്നുറങ്ങിയത്. പക്ഷേ രാവിലെ രാത്രി ഞങ്ങളാരും അറിയാതെയാണ് ആ കാറും എടുത്ത് പുറത്തു പോയത്. അതിങ്ങനെയെല്ലാം അവസാനിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. അയാളുടെ വാക്കുകൾ എൻ്റെ തളർന്നുപോയി. കാര്യം സംഭവങ്ങളുടെ ഒരു ഏകദേശ പൂർണ്ണരൂപം കിട്ടി. മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം മടങ്ങി നേരെ എസ് പിയുടെ അടുത്ത് നിന്ന് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. ഇതാണ് സംഭവം. ഒരു പൂർണ്ണ ചിത്രം അവതരിപ്പിച്ചു. സജീവൻ്റെയും വീട്ടുകാരുടെയും പ്രേംനാഥൻ്റെയും അവരുടെ സ്നേഹബന്ധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അവതരിപ്പിച്ചു. പക്ഷെ 2 മരണങ്ങൾ മാത്രമല്ല ഇപ്പം നടന്നത്. 2 കുടുംബങ്ങളാണ് തകർന്നു പോയത്. അതും നികത്താനാവാത്ത ഒരു തകർച്ച. കേട്ടതിന് ശേഷം എസ് പി പറഞ്ഞു,
ഓ, ദുരന്തങ്ങൾ എത്രയോ നമ്മൾ കാണുന്നുണ്ട്, കൺമുൻപിൽ കാണുന്നു. എല്ലാം കാലം ശരിയാക്കും. എല്ലാം ശരിയാകും. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലും ആ ദുഃഖം പടർന്നു കയറിയെങ്കിലും അത് കടച്ചമർത്തിക്കൊണ്ട് ഇത്രയും മാത്രം പറഞ്ഞു. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞാണ് അദ്ദേഹം ആ നിർദ്ദേശം നൽകിയത്. ഈ 2 കേസുകളും ഒരുമിച്ച് അന്വേഷിക്കണം. അത് ക്ലബ് ചെയ്ത് അന്വേഷിച്ചതിന് ശേഷം പ്രതിയില്ലാത്ത സ്ഥിതിക്ക് അത് ചാർജ് അബേറ്റ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടും കോടതിയിൽ ഹാജരാക്കണം. നിർദ്ദേശം നൽകിയ പാടെ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്തു. അവിടെ നിന്ന് പോരും നേരം മനസ്സ് വല്ലാതെ തേങ്ങുന്നുണ്ടായിരുന്നു. കുറേ ഒരുപാട് ദുരന്തങ്ങൾ കണ്ട മനസ്സാണ്. എങ്കിലും ഈ ദുഃഖം, ഈ ദുരന്തം അത് കഠിനമായ പ്രഹരമേൽപ്പിച്ചിട്ടാണ് അത് കടന്നു പോകാൻ പോലും മടിച്ചു നിൽക്കുന്നത്. വിറയാർന്ന പാദങ്ങളോടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ. എല്ലാം ശരിയാണ്. മനസ്സുകൊണ്ട് പറഞ്ഞു, ഇല്ല സാർ, എല്ലാം ശരിയാവും എന്നുള്ളതില്ല. എല്ലാം ശീലമാവും എന്നേ ഉള്ളൂ. ഞാൻ ഈ വിവരണം ഇവിടെ അവസാനിപ്പിക്കുന്നു.